എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇത് നമ്മളൊരു റാഗി പൊടിയുടെ ഒരു ദോശയാണ് ചെയ്യാൻ പോകുന്നത്. റാഗി അരച്ചിട്ടുള്ള ദോശയും ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത് ഞാൻ ഇട്ടപ്പോൾ എന്നോട് ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു പൊടി വെച്ചിട്ട് റാഗി ദോശ ഉണ്ടാക്കണമെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത ഞാൻ കടയിൽ നിന്ന് അങ്ങനെ പൊടിച്ചു കൊണ്ടുവന്ന റാഗിപ്പൊടി കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ ഇത് വറക്കേണ്ട ആവശ്യമില്ല. പുട്ടുണ്ടാക്കുമ്പോൾ വറുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ അട ഉണ്ടാക്കുമ്പോഴും വറുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇതൊരു കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ലൂസായിട്ട് കലക്കണ്ട. നമ്മളിനി ഇതിനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഉഴുന്നെടുത്തിരിക്കുന്നത് ഒരു കപ്പിന് 1/4 കപ്പ് എന്നുള്ള അളവിലാണ്. മെഷർമെൻറ്റ് കപ്പിൽ ഏറ്റവും ചെറിയ കപ്പിൽ 1/4 കപ്പ് അളവിൽ കുതിർത്ത ഉഴുന്ന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബ്രൗൺ അവലോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ ആണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലത്. അതില്ലാത്തൊരു വൈറ്റ് റൈസ് വൈറ്റ് അവലും ചേർത്തെടുത്തോളൂ. ഞാനിവിടെ വൈറ്റ് അവല എടുത്തിരിക്കുന്നത്. പ്രോട്ടീൻ അലർജി ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പോ 2 ടേബിൾ സ്പൂൺ ചെറുപയറോ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് കടലപ്പരിപ്പും ചെറുപയറും ചേർത്ത് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും പ്രോട്ടീൻ്റെ. അതുകൊണ്ട് ഞാൻ അത് രണ്ടും ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അവലിന് പകരം ദോശ നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പോ ചെറുപയറോ ഏതെങ്കിലും ഒന്ന് 2 ടേബിൾ സ്പൂൺ കുതിർത്തിട്ട് ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ കുതിർത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഈ അവലും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ അവലും ഉഴുന്നും ഒന്ന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമായി പോകണ്ട. അപ്പോൾ അത് നല്ല നൈസായിട്ടൊന്നും അല്ല അരച്ചേക്കണം. നമ്മളിനി പൊടിയും കൂടി ഇട്ടിട്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു തരിതരിപ്പായിട്ടാണ് അത് അരച്ചെടുത്തത്. അപ്പോൾ ഈ പൊടിയും കൂടി നമ്മൾ കുഴച്ചതിന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനെ വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മാവിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്താ പറയുക റാഗിപ്പൊടി കലക്കിയതും പിന്നെ ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ആ ഉഴുന്ന് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചാലും ഈ റാഗിപ്പൊടി ചേർത്ത് അരയ്ക്കുമ്പോൾ ശരിക്കും അരഞ്ഞു വന്നോളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് വളരെ കുറച്ച് ഉഴുന്ന് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ആവുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് പുളിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നിനെ വളരെ കുറച്ചെടുത്താൽ മതി. ഒരു കപ്പിന് 1/4 കപ്പ് ഏറ്റവും കൂടുതൽ മാക്സിമമാണ് 1/4 കപ്പ്. അതിൽ കുറവെടുത്ത് കഴിഞ്ഞാലും മാവ് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ 1/4 കപ്പിൽ എടുത്തേക്കണത്. അപ്പോൾ ഇത് നമുക്ക് ഫെർമെൻറ്റേഷനും മറ്റു മാവ് ഇരിക്കണേക്കാട്ടിലും കുറവ് സമയത്തിൽ തന്നെ ഇത് ഫെർമെൻ്റായിട്ട് വരികയും ചെയ്യും. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ പൊടി എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു പൊടി ഇരിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അത് അവർ സാധാരണ ഇങ്ങനെ കലക്കിയിട്ടാണ് ദോശ ഉണ്ടാക്കാറ്. അപ്പോൾ അത് ശരിയാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ എപ്പോഴും ചെയ്യണ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ശരിക്കും നമ്മൾ നോർമൽ ദോശ കഴിക്കണ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. കുട്ടികൾക്കായാലും വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ദോശയുടെ മാവിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവർക്കും ഇവിടെ, കാരണം റാഗി അയൺ കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ്. അപ്പോൾ അത് കുട്ടികൾ കഴിക്കാനൊരു മടിയായിരിക്കും. എങ്കിലും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് ആ ദോശ കഴിച്ചു പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം. ഇതാ നമ്മൾ കലക്കി വെച്ച റാഗിയുടെ ദോശമാവ് പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു 2 മണിക്കൂർ കൂടുതലിരുന്നു കേട്ടോ. ശരിക്കും ഒരു 4-5 മണിക്കൂറിൽ തന്നെ ഇത് ഫെർമെൻ്റായിട്ട് വരും. പക്ഷെ ഞാനിത് എടുക്കാത്തിരി ലേറ്റായി പോയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് സാധാരണ മാവ് പോലെയല്ല, അരിയുടെ മാവ് പോലെയല്ല, ഇത് പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരും. അപ്പോൾ ഇനിയും ഇതിനെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ വെള്ളം കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഡലിക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് സാബുദാനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം.